ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വീടിനുള്ളിൽ ചട്ടിയിൽ കായ്ക്കുന്ന വലിപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ചുരുക്കം ചില പഴച്ചെടികളിലൊന്നായ പേരമരത്തെക്കുറിച്ചാണ് പറയുന്നത്. വിത്ത് മുളപ്പിച്ച് നട്ടാലും 2 വർഷത്തിനുള്ളിൽ കായ്ക്കുകയും 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതുമായ ഒരു കുറ്റിച്ചെടിയാണിത്. പേര എന്ന പദം 16-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതായി തോന്നുന്നു. എന്നാൽ ഗ്വാവ എന്ന പേരു ലഭിച്ചത് സ്പാനിഷ് ഭാഷയിൽ നിന്നാണ്. പരമ്പരാഗതമായി തന്നെ ധാരാളം ഭക്ഷ്യോപയോഗവും ഔഷധ ഗുണവുമുള്ള അപൂർവം പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് പേരയ്ക്ക. ഇതിനെക്കുറിച്ചുള്ള പഠനവും അതിന്റെ വിവരണവും ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ലാത്തതിനാൽ 2 എപ്പിസോഡായാണ് ചെയ്യുന്നത്. ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾ തുടർന്നു വരുന്ന എപ്പിസോഡിൽ വിശദമായി പറയുന്നതാണ്. പേരച്ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീഡിയം ജനുസിൽപ്പെട്ട സസ്യങ്ങളെയാണ് പേര എന്ന് പറയുന്നത്. ഭക്ഷ്യയോഗ്യമായ ഇതിന്റെ പഴത്തിന് പേരയ്ക്ക അല്ലെങ്കിൽ കൊയ്യാക്ക എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ഈ സ്പീഷീസിൽ 100ഓളം കുറ്റിച്ചെടികളും മരങ്ങളും ഉൾപ്പെടുന്നു. മെക്സിക്കോ, മധ്യ അമേരിക്ക അല്ലെങ്കിൽ വടക്കേ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കരീബിയൻ പ്രദേശങ്ങളിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശത്തു നിന്നാണ് പേരയുടെ ഉത്ഭവം. പെറുവിലെ പുരാവസ്തു സൈറ്റുകളിൽ 2500 BC-യിൽ പേരയ്ക്ക കൃഷി ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചതായി ഫ്രാൻസ് ഗില്ലിയൻസ് നെസ്ബീറ്റ് മാർക്ക് സസ്യങ്ങളുടെ സാംസ്കാരിക ചരിത്രം സൂചിപ്പിക്കുന്നു. ഉഷ്ണമേഖല, ഏഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഉഷ്ണമേഖല, ആഫ്രിക്ക, ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്ക് ഒരു വിളയായി ഇത് വ്യാപിച്ചു. 19-ാം നൂറ്റാണ്ടിൽ പേരയ്ക്കയെ ഫ്ലോറിഡ US-ൽ എത്തിച്ചു. പിന്നീട് അത് വടക്ക് സരസോട്ട വരെ അത് വ്യാപിച്ചു. എന്നാൽ കരീബിയൻ ഫ്രൂട്ട് ഈച്ചകളുടെ ധാരാളം ആക്രമണങ്ങൾ ഫ്ലോറിഡ പ്രദേശങ്ങളിൽ ഇത് നേരിട്ടു. ഇന്ന് പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. പല രാജ്യങ്ങളും ഇതിന്റെ വിവിധ ഇനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു. അതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം വ്യാപാരം നടത്തുന്നതും ആളുകൾ കഴിച്ചു വരുന്നതും ആപ്പിൾ പേര എന്ന ഇനമാണ്. എന്നാൽ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ജപ്പാൻ പേര എന്ന ഒരു പ്രത്യേക ഇനം വളരെയധികം പ്രചാരം നേടിയിട്ടുണ്ട്. സ്പെയിൻ, ഗ്രീസ് എന്നിവിടങ്ങളിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ പേരയ്ക്ക വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വന്നിരുന്നു. അവിടെ അത് വ്യാപകമാവുകയും അവയിൽ പല സ്പീഷീസുകളും തണുപ്പിനെ അതിജീവിക്കുന്നവയുമായിരുന്നു. -4 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ അത് നന്നായി വളർന്നു കണ്ടിരുന്നു. എന്നാൽ ഇതിന്റെ തൈകൾ ചില സാഹചര്യത്തിൽ തണുപ്പിനെ അതിജീവിക്കാതെ നശിച്ചു പോവുകയും ചെയ്യാറുണ്ട്. 2019-ൽ പേരയ്ക്കയുടെ ലോകോൽപാദനം 55 ദശലക്ഷം ടൺ ആയിരുന്നു. ആ ഉൽപാദനത്തിന്റെ 45%വുമായി ഇന്ത്യ 1-ാം സ്ഥാനത്തായിരുന്നു. ചൈനയും തായ്ലൻഡുമായിരുന്നു ബാക്കി വന്ന 65%ത്തിന്റെ പ്രധാന ഉൽപാദകർ. ആപ്പിൾ പേരയ്ക്കയും അതിന്റെ കൃഷിയുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും സാധാരണയായി വ്യാപാരം നടക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ യൂറോപ്പിലും പേരയ്ക്ക വ്യാപകമായി വളരുന്നു. പ്രത്യേകിച്ച് കോസ് ഡെൻസോൾ, സ്പെയിനിലെ മർഗ, ഗ്രീസ് എന്നിവിടങ്ങളിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ പേരയ്ക്ക വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. ഈ പ്രദേശങ്ങളിൽ സ്വാഭാവിക ജനിതക മാറ്റങ്ങളിലൂടെ വ്യത്യസ്തമായ പല ഇനങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ സ്പീഷീസുകളിലെ മിക്ക പഴയ മരങ്ങളും തണുപ്പ് കാലാവസ്ഥയെ അതിജീവിക്കുന്നവയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപകമായി കണ്ടുവരുന്നുണ്ടെങ്കിലും ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇത് ധാരാളമായി കൃഷി ചെയ്ത് കണ്ടുവരുന്നത്. മുൻപ് ഞങ്ങൾ പറഞ്ഞിരുന്ന പല ഭക്ഷ്യവിളകളും പോലെ ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പഴവർഗ്ഗവും അതിലുപരി അന്താരാഷ്ട്ര വിപണിയിൽ നമുക്ക് വളരെ വലിയ ഭക്ഷ്യമൂല്യം നേടിത്തരുന്ന ഒരു ഉൽപ്പന്നവുമാണിത്. ഇന്ത്യയിലെ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിപണി മൂല്യം കൂടി ഇതുപോലുള്ള വീഡിയോകളിൽ കൂടെ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പേരയ്ക്ക സാധാരണയായി വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ആണ് കാണപ്പെടുന്നത്. വലിപ്പം ഇനത്തെ ആശ്രയിച്ച് വ്യത്യാസമുണ്ടാകാം. ഇതിന്റെ ചർമ്മം നേർത്തതാണ്. ചില ഇനങ്ങൾ സ്പീഷീസ് അനുസരിച്ച് കട്ടികൂടിയ ചർമ്മത്തിലും കാണപ്പെടുന്നു. ഉള്ളിലെ മാംസം വൈവിധ്യത്തെ ആശ്രയിച്ച് വെള്ള, പിങ്ക്, ചുവപ്പ്, അതുമല്ലെങ്കിൽ ഇതിന്റെ മിക്സ് ആയ കളറൊക്കെ ആവാം. ഇതിന്റെ ഉള്ളിലെ മാംസം മധുരവും ചെറുതായി പുളിയുള്ളതുമാണ്. ഇതിന്റെ ഇലകൾ ഇനത്തിനനുസരിച്ച് തണ്ടുകളിൽ നിന്നും എതിർവശത്തായി വളർന്നു കാണുന്നതും ദീർഘവൃത്താകൃതിയും അണ്ഡാകാരവും തുടങ്ങി പല രൂപത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ വലിപ്പം ഞങ്ങൾ പറയുന്നില്ല. ചില പ്രദേശങ്ങളിൽ പാരമ്പര്യ വൈദ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ഇതിന്റെ ഇലകൾ ചതച്ചാൽ നല്ല സുഗന്ധവുമാണ്. പേരയ്ക്കയുടെ വ്യക്തമായ
വലിപ്പം പറയുന്നില്ലെങ്കിലും പേരപ്പഴങ്ങൾക്ക് ആപ്രിക്കോട്ട് പോലെ ചെറിയ വലിപ്പം മുതൽ വലുതുവരെ ഉണ്ടാകാം. വിവിധ ഇനങ്ങൾക്ക് വെള്ള, പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് മാംസളങ്ങളും ഉണ്ട്. ഇതിന്റെ പൂക്കൾ വെളുത്തതാണ്. 5 ഇതളുകളും ധാരാളം കേസരങ്ങളും ഉണ്ട് അതിന്. പഴങ്ങളിൽ ധാരാളം വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. ചില ഇനങ്ങളുടെ വിത്തുകൾ കടുപ്പമുള്ളതും പുനരുൽപാദനം നടത്താൻ കഴിയുന്നതുമാണ്. ചില ഇനങ്ങളുടെ വിത്തുകൾ കടുപ്പം കുറഞ്ഞതും പുനരുൽപാദനത്തിന് കഴിയാത്തതുമാണ്. സാധാരണയായി ഈ ചെടിയിലെ പഴം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. പാകമാകുമ്പോൾ മഞ്ഞയോ ചുവപ്പോ നിറത്തിലേക്ക് മാറുന്നു. നല്ല നീർവാർച്ചയുള്ള ചൂടുള്ള കാലാവസ്ഥയിലാണ് ഈ ചെടി നല്ല രീതിയിൽ വളർന്നു കാണുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല നനവും സൺലൈറ്റും ആവശ്യമാണ്. പലതരം മണ്ണുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു സസ്യമാണിത്. അതുകൊണ്ട് തന്നെ 5.5 മുതൽ 7 വരെയുള്ള വിശാല pH ശ്രേണിയിൽ ഇത് വളരും. ഈ ശ്രേണി ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയാണ്. ഇതൊക്കെ പറയുമ്പോഴും ചില pH വ്യതിയാനങ്ങളിലും ഈ ചെടി വ്യാപകമായി വളർന്നു കണ്ടുവരുന്നു. ഈ പഴങ്ങൾ മനുഷ്യർ കൃഷി ചെയ്യുന്നതും കഴിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ പക്ഷികൾ പോലുള്ള മറ്റനേകം ജീവികൾ ഇത് കഴിക്കുന്നു. ഇതിന്റെ വിത്തുകൾ അവയുടെ കാഷ്ടത്തിൽ കൂടി എളുപ്പത്തിൽ പടരുന്നു. അങ്ങനെ ഹവായിൽ സ്ട്രോബെറി പേര എന്ന ഒരിനം തദ്ദേശവാസികളായ സസ്യങ്ങൾക്ക് മുകളിൽ ആക്രമണകാരികളായി മാറിയിട്ടുണ്ട്. ഈ സസ്യം കാരണം തദ്ദേശവാസികളായ 100-ലധികം സസ്യങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. എന്നാൽ ജമൈക്കൻ പേര എന്ന ഒരിനം നിലവിലുള്ള ആവാസ വ്യവസ്ഥയിൽ നിന്നും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടി അതിന്റെ ഗന്ധത്തിനായി വിവിധ ഷാംപൂ ഉൽപ്പന്നത്തിനായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. അതോടൊപ്പം ഇത് ഒരു ജനപ്രിയ ബോൺസായി ഇനമായി മാറുകയാണ്. നിലവിൽ ഇന്ത്യയിലും കിഴക്കൻ ഏഷ്യയിലും ഇത് വളരെ ജനപ്രിയമാണ്. ഹവായിൽ നിന്നുള്ള പേരത്തടി മാംസം പുകയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നു. ഈ തടി കീടങ്ങളുടെയും കുമിളുകളുടെയും ആക്രമണത്തെ പ്രതിരോധിക്കുന്നു. ഈ മരത്തിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നൈജീരിയയിൽ ഇത് റൂഫ് ഡ്രസ്സുകൾക്ക് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഈ പഴങ്ങൾ സംസ്കരിച്ച് കന്നുകാലികൾക്ക് നൽകാവുന്ന ധാരാളം ഉൽപ്പന്നങ്ങളും സൃഷ്ടിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ഇലകൾ കന്നുകാലികൾക്ക് തീറ്റയായും ഉപയോഗിക്കാം. ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പേരയ്ക്ക ആക്രമണകാരികളാവാം. കിഴക്കൻ പസഫിക്കിലെ ഗാലപഗോസ് ദ്വീപുകളിൽ ഇത് ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ബ്രസീൽ, ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിൽ ഇത് അത്ര ആക്രമണാത്മകമല്ലെങ്കിലും ഇതിന്റെ വേരുകൾ വഴിയും കാട്ടുപന്നികളുടെ വിസർജ്യങ്ങളിലൂടെയും ആ പ്രദേശത്തിന്റെ നാടൻ ഇനങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും കാർഷിക നാശമുണ്ടാക്കുന്ന പഴ ഈച്ചകളുടെ അഭയസ്ഥാനമായി ഇത് തീരുന്ന കാരണത്താലും തദ്ദേശീയമായ ഫലോത്പാദനത്തിന് ഇത് വലുതല്ലെങ്കിലും ഭീഷണി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷികളുടെ വിസർജ്യത്തിലൂടെ ഈർപ്പമുള്ള പല ഉഷ്ണമേഖലാ വനങ്ങളിലും ഇത് വ്യാപിക്കുന്നുണ്ട്. ഇന്ത്യ പസഫിക് ഉടനീളമുള്ള പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് കാണാം. ക്വീൻസ്ലാൻഡിന്റെയും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിന്റെയും തീരപ്രദേശങ്ങളിൽ കന്നുകാലി പേരയ്ക്ക എന്നൊരിനം പ്രകൃതിദത്തമാണ്. ലോർഡ് ഫോക്ക് ദ്വീപ്, നോർഫോക്ക് ദ്വീപ്, ക്വീൻസ് ദ്വീപ് എന്നിവിടങ്ങളിലും ഇത് പ്രകൃതിദത്തമാണ്. ഇതിലെ മഞ്ഞ ഇനം ചുവപ്പിനേക്കാൾ ഭാരമുള്ളതും സാധാരണയായി വലിപ്പമുള്ള കായുള്ളതുമാണ്. തടസ്സമില്ലാത്ത പ്രദേശങ്ങളിൽ ഇത് ഫലപ്രദമായി വളരുന്നു. സെൻസിറ്റീവ് ആവാസ വ്യവസ്ഥയിലെ പുനരുത്ഥാന ശ്രമങ്ങളെ ഇത് സങ്കീർണമാക്കുന്നുണ്ടെങ്കിലും പ്രതികൂലമായ ചില ആവാസ വ്യവസ്ഥയിൽ ഇത് സർവ്വാധിപത്യം കൈവരിക്കാറുണ്ട്. കുറഞ്ഞ സെൻസിറ്റീവായ ആവാസ വ്യവസ്ഥയിലും ഇത് നല്ല രീതിയിൽ വളരുന്നതിനാൽ ഇതിന്റെ ഉൽപാദനം നിയന്ത്രിക്കുന്നത് പല പ്രദേശങ്ങളിലും സങ്കീർണമായിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു അധിനിവേശകാരിയായി പ്രവർത്തിക്കുകയും സൂര്യപ്രകാശത്തെ അകറ്റി നിർത്തുന്ന ഇടതൂർന്ന മുകൾ പടർപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റു സസ്യജാലങ്ങളുടെ വളർച്ചയെ പരിമിതപ്പെടുത്തുന്നു. വിവിധ ആവാസ വ്യവസ്ഥയിലുള്ള നേറ്റീവ് സസ്യജാലങ്ങൾക്ക് ഇത് പലപ്പോഴും ഭീഷണി തന്നെയാണ്. അങ്ങനെ പ്രാദേശിക വനങ്ങൾക്ക് ഭീഷണിയായ ഏറ്റവും ആക്രമണകാരിയായ ഇനമാണ് പേരയ്ക്ക. ഇനി ഇതിന് നൽകേണ്ടുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10ന്റെ അനുപാതത്തിലുള്ള സമീകൃത വളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK, അതോടൊപ്പം ഇരുമ്പ്, മാംഗനീസ്, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയ മൈക്രോ ന്യൂട്രിയന്റുകളും ഇതിന് നൽകേണ്ടതാണ്. വർഷത്തിൽ 3 തവണ പേരയ്ക്ക് വളം നൽകുക. വസന്തത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും വേനൽക്കാലത്തിന്റെ അവസാനത്തിലുമായി ഇത് ക്രമീകരിക്കുക. ശരത്കാലത്തിന്റെ അവസാനവും ശൈത്യകാലത്തും വളപ്രയോഗം ഒഴിവാക്കുക. വളത്തിന്റെ അളവ് മരത്തിന്റെ പ്രായത്തെയും വലിപ്പത്തെയും ഇനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം പേര ധാരാളം ഇനങ്ങളുണ്ട്. പൊതുവായാണ് അവ ഇവിടെ പരാമർശിക്കുന്നത്. തുടർന്ന് വരുന്ന വീഡിയോയിൽ കാലക്രമേണ ഓരോന്നും ഇനം തിരിച്ച് ഞങ്ങൾ പരാമർശിക്കുന്നതാണ്. ഒരു ചെടിക്ക് ഏകദേശം 110 ഗ്രാം മുതൽ 220 ഗ്രാം വരെ വളം നൽകാം. പ്രായപൂർത്തിയായ മരങ്ങൾക്ക് അളവ് ക്രമേണ മരം ഒന്നിന് 900 ഗ്രാം മുതൽ 1800 ഗ്രാം വരെ നൽകാം. ഡ്രിപ്പ് ലൈൻ അപ്പുറം മരത്തിന് ചുറ്റും വിശാലമായ സ്ഥലത്ത് വളം തുല്യമായി വിതറുക. വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങൾ നല്ല രീതിയിൽ റൂട്ട് സോണിലേക്ക് എത്താൻ സഹായിക്കും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ നൽകാം. പേരയ്ക്കയുടെ ഇലകൾ വളത്തോട് നന്നായി പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇലകളിൽ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ തളിക്കാം. മണ്ണിൽ വളപ്രയോഗം നടത്തുന്നതിലും പെട്ടെന്ന് കാര്യക്ഷമമായ വളപ്രയോഗമാണിത്. വ്യാവസായിക തലത്തിൽ ഉൽപാദനം നടത്തുകയാണെങ്കിൽ കാലാകാലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തി പോഷകങ്ങളുടെ അളവ് നിർണ്ണയിക്കുകയും വളപ്രയോഗങ്ങളെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം.
പേരച്ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കീടങ്ങൾ പേരയ്ക്ക ഈച്ച, സ്കെയിൽ പ്രാണികൾ, വെള്ളീച്ച, മുഞ്ഞ, ഇലപ്പേനുകൾ. രോഗങ്ങൾ ആന്ത്രാക്നോസ്, വിഷമഞ്ഞ്, ബാക്ടീരിയൽ വിൽറ്റ്, വേരുചീയൽ, തുരുമ്പ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടു വെട്ടിനട്ടും എയർ ലെയറിംഗിലൂടെയും ഗ്രാഫ്റ്റ് ചെയ്തും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിത്തുകളിൽ നിന്നും തൈ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുമ്പോൾ വേഗത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നതിന് മുൻപ് മാസങ്ങളോളം വളരെ സാവധാനത്തിലുള്ള വളർച്ച ഈ ചെടിയിൽ കാണപ്പെടുന്നു. വിത്തിൽ നിന്ന് സാധാരണ ഈ ചെടി 2 വർഷം മുതൽ 8 വർഷം വരെ പൂക്കാനും കായ്ക്കാനും സമയമെടുക്കും. കട്ടിങ്, ഗ്രാഫ്റ്റിംഗ്, എയർ ലെയറിംഗ് എന്നിവയിലൂടെ ഉൽപാദനം നടത്തിയാണ് വാണിജ്യ തോട്ടങ്ങളിൽ ഫലോൽപാദനം കാര്യക്ഷമമാക്കുന്നത്. അതിന്റെ പ്രധാന കാരണം വിത്ത് ഉൽപാദനത്തെക്കാളും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.